ന്യൂ എസ് സി ആർ ടിയിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികൾ. കോവി ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് കോവി. കോവി ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം. പെനാൽറ്റി വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിലുൾപ്പെടുന്നു. ബെൻവിൻ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിനുമേലുള്ള കുത്തക നികുതി. പിയേഷ് പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ടെറാഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേക കരം. ഇത് ചിലപ്പം ചേരുംപടി ചേർക്കാനായിരിക്കും ക്വസ്റ്റ്യൻസ്. സോ ടെറഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേക കരമാണ്. പിയേഷ് പാലങ്ങൾ, റോഡുകൾ എന്നിവയ്ക്ക് മേലുള്ള ചുങ്കമാണ്. ബെൻവിൻ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണ്. പെനാൽറ്റി വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കുന്നതിന് വാടകയും ഇതിലുൾപ്പെടുന്നു. കോവി ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ്. ഇത് ന്യൂ എസ് സി ആർ ടിയിൽ വന്നതാണ്. വളരെ ഡെപ്ത് തന്നെ കൊടുത്തത് കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതുവരെ ഇങ്ങനത്തെ ഒരു പാഠഭാഗത്തിൽ ഇങ്ങനെയൊരു മറ്റ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന നികുതികളൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇതുണ്ടായിരുന്നു. ഇത് എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ടൈംസ് ഫ്രം 1789 എന്ന റെഫറൻസിൽ നിന്നുള്ളതാണ്. ഗാബൽ 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയാണ് ഗാബൽ. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറ്റി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗാബൽ. റൂസോ വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി ദി സോഷ്യൽ കോൺട്രാക്റ്റ് വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു. അതിനാൽ രാജാവിന് ഭരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രചോദനമായി തീർന്നു. മൊണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ നിയമത്തിന്റെ ആത്മാവ് ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഗ്രന്ഥം ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്തു. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തൻ്റെ വിഖ്യാത കൃതിയായ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് രാജാവിൻ്റെ ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. ഇവരിൽ പ്രമുഖരായിരുന്നു ടെർഗോ, നെക്കർ തുടങ്ങിയവർ. ലൂയി 16-ാമൻ്റെ ഉപദേഷ്ടാവായിരുന്ന ടെർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത്. കർഷകർക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാന്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. ഇവർ സാൻസ്കുലേറ്റുകൾ എന്നറിയപ്പെട്ടു. സാൻസ്കുലോറ്റുകൾ
വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി പാന്റലോൺ മാറി. കൂടുതൽ ആളുകൾ പാന്റലോൺ ധരിക്കാൻ തുടങ്ങിയത് ഈ വിപ്ലവം ജനകീയമായി മാറി എന്നതിന്റെ തെളിവായി. ഫ്രീജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പു നിറമുള്ള ഫ്രീജിയൻ തൊപ്പി ധരിച്ചത്. അസൈനാറ്റ് 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുവാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെന്റ് അതിന്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസി ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. 1796 അസൈനാറ്റിന്റെ മൂല്യം നഷ്ടപ്പെട്ടു. പാൻ സ്ലാവ് പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. ബാൽക്കൻ രാജ്യമായ സെർബിയ ഇതിൽ നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാൽക്കൻ രാജ്യമായ സെർബിയയാണ്. പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ്. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൺ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ സൈനിക സഖ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് എന്നിവരായിരുന്നു. സർവ്വരാജ്യ സഖ്യം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1920 ജനുവരി 10 ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം കൊടുത്തു. 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം അധികാരത്തിൽ വന്നു. കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘടന രൂപീകരിച്ചു. ഫാസിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു. സോഷ്യലിസ്റ്റ്, തൊഴിലാളികൾ, കർഷക പ്രസ്ഥാനങ്ങളോടുള്ള ശത്രുത. 1922 റോമിലേക്ക് മാർച്ച് നടത്തിയത്. കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത് ഇറ്റലിയിലെ ഫാസിസ്റ്റുകളാണ്. ബെനിറ്റോ മുസോളിനിയാണ് നേതാവ്. ജർമ്മനിയിൽ നാസിസമാണ്. അഡോൾഫ് ഹിറ്റ്ലർ ആണ് നേതൃത്വം കൊടുത്തത്. 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. തവിട്ടുകുപ്പായക്കാർ എന്നറിയപ്പെട്ട സൈന്യം രൂപീകരിച്ചു. 1933 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കുവാനുള്ള നയം നടപ്പിലാക്കി. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിനു വേണ്ടി ഉടലെടുത്ത സൈനിക ശക്തികളാണ് അച്ചുതണ്ട് ശക്തിയും സഖ്യശക്തിയും. അച്ചുതണ്ട് ശക്തിയിൽ ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. സഖ്യകക്ഷിയിൽ ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. ന്യായ സമൂഹം, ജസ്റ്റിസ് സൊസൈറ്റി. ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കുഞ്ഞാലിമരയ്ക്കാർ. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരങ്ങളെയും സംരക്ഷിക്കുന്നത് കുഞ്ഞാലിമരയ്ക്കാറാണ്. കുഞ്ഞാലിമരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലയളവിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയംകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനാണ്. പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് കുഞ്ഞാലി നാലാമനെയാണ്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധഃപതനവും ആരംഭിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തിനെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരുടെ രചനകളെ
എന്നിവരും രചനകളിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ ആണ്.